മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. കലങ്ങേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. നിന്നരികത്തായി യേശുവെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. നിന്നരികത്തായി യേശുവെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. കലങ്ങേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. ഉരുകും നിന്നകതാരിൽ നൊമ്പരം മായ്ച്ചിടനേശുനാമം മതിയേ. ആശ നിരാശകൾ ഏതുമാകിയിടിലും യേശു മതി നിനക്ക്. ഉള്ളം ഉരുകി നീ യാചിച്ചിടുമ്പോൾ പരിഹാരം നൽകിയിടും മനമേ നിനക്ക്. ഉള്ളം ഉരുകി നീ യാചിച്ചിടുമ്പോൾ പരിഹാരം നൽകിയിടും മനമേ നിനക്ക്. കലങ്ങേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. I have heard your prayer and I have seen your tears. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു. യെശയ്യാ പ്രവാചന പുസ്തകം 38 അധ്യായം 5 തിരുവചനം. നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. Go and say to Hezekiah, Thus says the Lord, the God of David, thy father, I have heard your prayer and I have seen your tears. Behold, I will add unto you days 15 years. നാം എല്ലാ വിധത്തിലും അവസാനിച്ചുവെന്ന് പറയുന്നിടത്ത് ദൈവം കടന്നു വരും, പുതിയത് ആരംഭിക്കുകയും ചെയ്യും. എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതുമ്പോൾ പുതിയ വഴികളെ ദൈവം നമുക്കായി തുറക്കും. സാമ്പത്തികം തകർന്നു പോയവരുണ്ടാകാം, രോഗക്കിടക്കയിൽ തകർന്നു പോയവരുണ്ടാകാം. മനുഷ്യർ നിന്നെ നോക്കി ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറയാം. എന്നാൽ ദൈവം പറയും, നമ്മുടെ രക്ഷകനായ യേശു പറയും, ഞാൻ നിനക്ക് എല്ലാം പുതിയതായി ചെയ്തു തരും, പുതിയൊരു ജീവൻ നൽകും. എന്നോട് ചേർന്നൊരാമേൻ പറയാം. ആമേൻ. ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ പലരിലും ദൈവം ഇടപെട്ട് പുതിയ ജീവിതം നൽകിയതായി നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ദൈവത്തിനു മുമ്പിൽ പ്രസാദമുള്ളത് ചെയ്ത് നടന്ന ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് യെശയ്യാ പ്രവാചകൻ കയറി വന്ന് കർത്താവിന്റെ അരുളപ്പാട് അറിയിച്ചു, നീ മരിക്കും. ഇത് കേട്ടപ്പോൾ ഹിസ്കിയാവ് മാനുഷികമായ വഴികൾ തിരഞ്ഞെടുത്തില്ല. പകരം മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ണുനീരിന്റെ മുൻപിൽ തോറ്റുപോകുന്ന ദൈവം ഇറങ്ങി വന്നു. യെശയ്യാ പ്രവാചകൻ നടുമുറ്റം കടക്കുന്നതിന് മുമ്പേ ഹിസ്കിയാവിനോട് ചെന്ന് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞു. ആ തിരുവചന ഭാഗമാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. യെശയ്യാ 38:5. നമ്മുടെ ജീവിതത്തിലും മുഖം ചുവരിന്റെ നേരെ തിരിച്ച് ദൈവത്തോട് കണ്ണീരാൽ പ്രാർത്ഥിച്ച എത്രയോ ദിനങ്ങൾ കടന്നുപോയിട്ടുണ്ട്, അല്ലേ? എല്ലാം അവസാനിച്ചു, ഇനി നിനക്കൊരു ഭാവിയോ ജീവിതമോ ഇല്ല എന്ന് പലരും നിന്നെ നോക്കി പിറുപിറുത്തില്ലേ? അപ്പോഴെല്ലാം ദൈവം
തൻ്റെ കെരൂബുകളിന്മേൽ വാഹനമേറി ചാരെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് നിന്റെ അടുത്ത് വന്ന് നിന്നെ വാരിപ്പുണർന്ന എത്രയെത്ര സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നുപോയി. ഒന്നും മറന്നു പോകരുത്. അപ്രകാരം ഒരു സന്ദർശനം സ്വർഗത്തിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഈ വർഷത്തിന്റെ 7ാമത്തെ മാസം കാണാനിടയായി. ഇന്നും എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിരാശയിലിരിക്കുന്ന ജീവിതങ്ങളുണ്ടോ? ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല, ഒരിക്കലും അവസാനിച്ചിട്ടില്ലെന്നേ. ദൈവം സകലതും പുതിയതാക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്തു തരുന്നു. മുഖം ലോകത്തിൽ നിന്ന് തിരിച്ച് ദൈവത്തിന്റെ മുൻപാകെ കരയുക. മുഖം മൊബൈൽ ഫോണിൽ നിന്ന് തിരിച്ച് ദൈവത്തിലേക്ക് കരങ്ങൾ ഉയർത്തുക, കണ്ണുകൾ ഉയർത്തുക, ഹൃദയം ഉയർത്തുക. ദൈവം പുതിയ വഴികളെ ഒരുക്കിത്തരും നിശ്ചയം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 പേരെ നോക്കി ലോകം പറഞ്ഞു, എല്ലാം അവസാനിച്ച് ഇനി രക്ഷയില്ല. ആരൊക്കെയാണവർ? 1, കല്ലറകളിൽ താമസിക്കുന്ന അശുദ്ധാത്മാവുള്ള മനുഷ്യൻ. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ യേശുവിനെ കണ്ടപ്പോൾ നിലവിളിച്ചു. ജീവിതം അവസാനിച്ചുവെന്ന് കരുതിയപ്പോൾ പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തു. 2ാമത്തെ വ്യക്തി, പള്ളിപ്രമാണി യാറിയോസിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട എന്ന് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു. എല്ലാം അവസാനിച്ചുവെന്നും എല്ലാവരും കരുതി. എന്നാൽ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യും. എല്ലാം അവസാനിച്ചിടത്ത് യേശു ആ ബാലയ്ക്ക് പുതിയ ജീവൻ നൽകി. 3ാമതായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീയാണ്. പല വൈദ്യന്മാരെയും കണ്ടവളാണ്. തനിക്കുള്ളതെല്ലാം വിറ്റ് ചികിത്സ ചെയ്തവളാണ്. അവളെ നോക്കി എല്ലാവരും പറഞ്ഞു, ഇനിയൊരു രക്ഷയുമില്ല, എല്ലാം അവസാനിച്ചിരിക്കുന്നു. എന്നാൽ അവൾ രക്ഷകന്റെ മുഖം അന്വേഷിച്ചു. അവന്റെ വസ്ത്രമൊന്ന് തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. പുരുഷാരത്തിന്റെ പുറകെ ഓടി വസ്ത്രം തൊട്ടു. എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവം പുതിയൊരു ജീവിതം തുറന്നു. ആരെങ്കിലും എല്ലാം അവസാനിച്ചു, ഇനി എനിക്കൊരു രക്ഷയുമില്ല എന്ന് കരുതിയിരിക്കുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ തിരുവചനം കേൾക്കുന്നുണ്ടോ? നിനക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്. നിന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതലായി അറിയുന്ന, നമ്മെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയുന്ന, നമ്മെ മാറോടനച്ച് സ്നേഹിക്കുന്ന ഒരു രക്ഷകൻ നിന്റെ സമീപേ ഉണ്ട്. ഹിസ്കിയാവിനെ പോലെ, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ പോലെ നമുക്ക് കരയാം. രക്തസ്രാവമുള്ള സ്ത്രീയുടെ വിശ്വാസത്തോടെ അവന്റെ സമീപേ പോകാം. ജീവിതം അവസാനിച്ചിട്ടില്ല കേട്ടോ. ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്തു തരും. സങ്കീർത്തനങ്ങൾ 139 5-6 വാക്യങ്ങൾ. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു, അത് നിനക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ ആയുസിന്റെ ഒരു പുതിയ മാസം കൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നിന്റെ മക്കളായ ഞങ്ങളെ അറിഞ്ഞനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ പുതുവഴികൾ ഞങ്ങൾക്കായി അവിടുന്ന് തുറന്നു വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. നിരാശപ്പെടാതെ പ്രത്യാശയോടെ അവിടുത്തെ തിരുവചനം ശ്രവിച്ചുകൊണ്ട് അവിടുത്തെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. You call upon me and I will answer. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളെന്ന് അരുളിച്ചെയ്ത കർത്താവേ, ഓരോരോ വിഷയങ്ങൾ പറഞ്ഞതും പറയപ്പെടാത്തതുമായ അനേക വിഷയങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് അവിടെ നിന്ന് അറിയുന്നു. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ഞങ്ങളെ അറിഞ്ഞനുഗ്രഹിക്കുന്ന അപ്പ, സകല ഭാരവും നിന്റെ മേലിടുന്നു. ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വിശുദ്ധരുണ്ട് കർത്താവേ. വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകാതെ പ്രത്യാശയോടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണം. സഭാവ്യത്യാസമന്യേ അങ്ങയിലേക്ക് നോക്കി പ്രകാശിതരായി ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യം കൈവശമാക്കുവാൻ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ, കാലുകളെ ബലപ്പെടുത്തണമേ. സ്വർഗത്തിന്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകം നൽകി ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ വയലുകളെ, തോട്ടങ്ങളെ, ഞങ്ങളുടെ ഓഫീസുകളെ, മാവുഴക്കുന്ന തൊട്ടിയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രപ്പ. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി, പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു.
അവരെയും തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേൾക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ സ്തോത്രം കർത്താവേ, ഭയപ്പെട്ട് പുറകോട്ട് പോകാതെ അവിടുത്തെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ, ഒരുങ്ങിയിരിക്കുവാൻ, ജ്ഞാനമുള്ള കന്യകളെ പോലെ അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധരായി നിന്റെ സ്വരം ശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കോളം ഞാൻ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തി, ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയെ യാചനം കേട്ടിരിക്കുക. നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഉറ്റവർ സ്നേഹിതർ പഴിചാരി വഴിമധ്യേ കൈവെടിഞ്ഞകന്നിടുമ്പോ ശാശ്വതമെന്നു നാം നിനച്ചിടും ബന്ധങ്ങൾ ഒരു നാളിൽ തകർന്നിടുമ്പോ ഒരു നാളും പിരിയാത്ത സഖിയായി കൂടെ വരും, വഴികാട്ടിയായിടും എല്ലാ നാളും. ഒരു നാളും പിരിയാത്ത സഖിയായി കൂടെ വരും, വഴികാട്ടിയായിടും എല്ലാ നാളും. കലങ്ങേണ്ടൻ മനമേ, നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. കലങ്ങേണ്ടൻ മനമേ, നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ. നിന്നരികത്തായി അവനെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. നിന്നരികത്തായി യേശുവെന്നും തുണയായി തണലായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ. കലങ്ങേണ്ടൻ മനമേ, നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ.